സോ നമ്മളെ പ്രോപ്പർട്ടിയിൽ എത്തിയിരിക്കുകയാണ്. അല്ലേ യെസ്. അജോടെ പുതിയ തെങ്ങാറാൻ പോകുന്ന സാധനമാണിത്. ജംഷി സെലക്ട് ചെയ്താണ്. ഒന്ന് കറക്റ്റ് സെന്ററിൽ കിട്ടെ, അത് കറക്റ്റ് ഒന്ന് സെന്ററിൽ കിട്ടെ. അത് അങ്ങനെ ഇടല്ലേ, അത് ചെറുതായിട്ടൊന്ന് മാറിയുണ്ട്. എന്തായാലും സംഭവം പഴച്ചെടുത്തത് കിടിലും പഴപ്പായിട്ടുണ്ട്. സീന നിർത്ത അടിപൊളിയുണ്ട്. എന്തായാലും ഹൃതിക് റോഷന് മർഗം വന്ന പോലെ ഉണ്ട്. ഒരു ടീമൊക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ മച്ചു ഫോം വിളിച്ചു വരുന്നു. ഹായ് പറയൂ. നമുക്ക് ഇവിടുത്തെ സെയിം സ്ഥലം കാണിച്ചു തരാം. ഇപ്പം എൻ്റെ കയ്യാവില്ല മൊത്തം കിട്ടുക. ഇവിടെ പല പല ആൾക്കാർ ഇവിടെ ഒക്കെ വന്നിട്ട് ഇങ്ങനെ വോട്ടർ തന്നെ കാണാം. നമുക്ക് സീനൊന്നുമില്ല. നമ്മള് എന്തേലും പറഞ്ഞാൽ അതിന് മോട്ടറായിട്ട് ഇങ്ങനെ ചെയ്യും ഞങ്ങളെ, അല്ലാണ്ട് വേറെ ആരാണ്. അതിനൊക്കെ ഞാൻ എടുത്തുതരാം. ഒന്ന് ചെരിഞ്ഞാടി ഒന്ന്. ആ സീൻ കിട്ടോ. കിടിലും വ്യൂ നിങ്ങളില്ലെങ്കിൽ. എങ്ങനെ ഉണ്ടായിരുന്നു ട്രക്കിങ്? സൂപ്പർ സൂപ്പർ. അവിടെ സാധനം ഉണ്ടല്ലോ, അങ്ങോട്ട് പോവാം. ഇത് ചേച്ചിയാണോ? അത് ശരി. ഒരു വയസ്സുള്ള മുമ്പുള്ള ചേച്ചി വിളിക്കുക. ആ ഞാനും വിളിക്കണോ? എനിക്ക് 18 വയസ്സായിട്ടുള്ളൂ കേട്ടോ. 18 years old. സീൻ അല്ലാതെ മുറിച്ചാ ഇവിടുന്ന് എന്താ ചെയ്യേണ്ടി അറിയോ? ഇവിടുന്ന് അടിയിൽ എടുക്കുക, എന്നിട്ട് അത് ആക്കുക. ആ 2 യുവതികളോടൊന്ന് മാറിക്കാൻ പറഞ്ഞേ. ഒന്ന് ചെറുതായി മാറുന്നാല് ഞാൻ അവിടെ എടുക്കാം. ഫോട്ടോ എടുത്തോട്ടോ എടുക്ക്. നാളെ രാവിലെ നല്ലതാവും, പിന്നെ ഉച്ചക്കാകുമ്പോൾ നല്ല വെയിൽ കിട്ടും. അപ്പോൾ ഈ ഭംഗി കിട്ടില്ല. ക്യാമറ പൊട്ടിയോ? ഇല്ല, ചാ പിടിച്ചെല്ലാവരും. ഇതിൽ ഏതൊന്നും മീശപ്പൊലിമേലുണ്ട്, ഇതാണെന്നറിയില്ല. ആകാശം തന്നിത്തരും. ഇതിലിങ്ങനെ കിടക്കുക. ജമ്പ് ചെയ്താലും അടിയിൽ പോവും. ഓക്കെ, ഏതാ വ്യൂ? പീസ് 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 പീസ്. അയ്യോ ചായ. ഇപ്പോൾ സമയം 6 മണി. 4:30 കയറിയതാണ്. ഒരു 1.5 കിലോമീറ്റർ മല കയറാൻ. തിരിയൂ. വീഡിയോ ഓഫാക്കി. കാസർഗോഡ് ഒരു ടച്ച് കാരനേ മല പകുതി എത്തിയുള്ളൂ. ഇനിയിപ്പോൾ എന്താ ചെയ്യാം? നമുക്ക് അവരോട് വരുമ്പോൾ ഒരുമിച്ച് അപ്പുറത്തേക്ക് ഇറങ്ങാം. അല്ലേ ബീച്ചിന്നല്ലേ? ബീച്ചിന്ന് അത്രേ. പക്ഷെ ബീച്ചിന് സൺറൈസ് ഉണ്ട് കേട്ടോ. കോർഫുഖാൻ ബീച്ചിന് സൺറൈസ് ഉണ്ട്.
ആ ഞാൻ അങ്ങോട്ട് പോവാ പോവാ ഇപ്പൊ സമയം കുറച്ച് വൈകിട്ട് പോയി ചവിടി ചോദിച്ചില്ലേ എന്തുകൊണ്ട് ചവിട്ടണ്ട കാട്ടത്തേ ബാ നോക്കിയാ ഇവിളിഞ്ഞി എന്താ പറയുക ഇവിളിഞ്ഞി നാട്ടിൽ പോയിട്ട് ഇങ്ങനെ മാസം ഇടും റീലിടും പോയിട്ട് ഒരു സൂര്യോദയം കണ്ടാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂന്നൊക്കെ കണ്ടിട്ടു ആളിങ്ങനെ കരച്ചിട്ട് എത്തിങ്ങോട്ട് വാ അതെത്തി വാ സ്ഥലത്തിയേ എന്താ ഇത് ഇവിടെ എത്തിയപ്പോ ഓടേന്ന് എന്റെ രസം പോവ് എന്റെ അമ്മ ഉണ്ടെങ്കിൽ പോ ഇതൊക്കെ പറിച്ചോണ്ടോ ഏയ് ഇതൊക്കെ കാണാനാണേ ഇതൊക്കെ വാങ്ങിയത് പൈസ കൊടുത്ത് വാങ്ങിയത് ഇതൊക്കെ കാണാൻ വേണ്ടിട്ടാണ് ഇതാണ് മീശപ്പുലിമല ഏതാണ് വ്യൂ കീടിലം വ്യൂവാ അല്ല അങ്ങോട്ട് പോരാ വരുമ്പോ എടുക്കേ എത്താനായി പോട്ടെ ഫ്രണ്ടി പോട്ടെ ഫ്രണ്ടി പോവേ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോ ശ്വാസം വിടൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ കിടക്കുന്ന അത് കയറ്റി നടക്കേണ്ടി വരും ഈ സാധനമായിട്ട് നടക്കാൻ പറ്റിയില്ല ഓക്സിജൻ സിലിണ്ടർ കയറ്റിയിട്ട് ഞാൻ മൊത്തം നടക്കേണ്ടി വരും ആ വെള്ളക്കുപ്പി എന്തെടുക്കാ അതിനത്രേ ഇതാണ് നേപ്പാൾ മരം നേപ്പാൾ ദേശീയ മരം അതല്ലല്ലാന്ന് പറഞ്ഞേ നടക്ക് എന്റെ പേരറിയില്ല എനിക്ക് കുട്ടാപ്പോ എന്തായാലും വിളിച്ചോ ഏയ് ഇവിടെ സോ ഗൈസ് നമ്മൾ ഈ കൊല്ലത്തെ രണ്ടാമത്തെ സൺറൈസ് ആണ്. ഫസ്റ്റത്തെ സൺറൈസ് കോർഫുഖാൻ ബീച്ചിലായിരുന്നു. രണ്ടാമത്തെ സൺറൈസ് ചെക്ക് പോസ്റ്റ് ഉണ്ടേ, കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. കാറ്റടി കയർത്തിക്ക് എത്തിയതുണ്ട്. എത്തിയേ ആൾക്കാരെ സൗണ്ട് കേൾക്കില്ല അവിടുന്ന്. അവിടെ കിടക്കാൻ പറ്റും, ബെഡൊക്കെ ഉണ്ട് അല്ലേ? ബെഡൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. ഡോർമെട്രി അതുണ്ട്, വരുമ്പോ ഉണ്ട്.
ഇന്ന് സൺഡേ അല്ലേ ലീവാണ് ഇന്ന്. ഇവിടുന്ന് കുറച്ച് പോയ ലിഫ്റ്റ് ഉണ്ട് ഏറെ. വരുമ്പോ ഇറങ്ങി വരാനുള്ള സ്ഥലം ഉണ്ട് അടിക്ക് കാർത്തിന്റെ അടിക്കുണ്ട് ഒരു വാട്ടർ പാർക്ക് പോലെ. ഇന്ന് എന്താ അഞ്ചലേച്ചത് പോയിട്ട് വീഡിയോ വാങ്ങും എന്നിട്ട് ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് ദേക്കോ 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 ജേസി കാണണം. ഞാൻ അതിനടി വന്നിട്ട് റിവ്യൂ വീഡിയോ ഇടും. ഇത് ഏയ് 4:30 കയറിയതാണേ, ഒരു പ്രശ്നമില്ല. 6:30 2 മണിക്കൂർ. കാറിൽ പോണി 100 കിലോമീറ്റർ പോവായിരുന്നു അല്ലേ? കാറിൽ പോണി 100 കിലോമീറ്റർ പോവായിരുന്നു. ഓ ഞാൻ പാട്ടോടുമ്പോ ഒരു കൊടുത്തുള്ളൂ. മറ്റേ ആൾക്കാരുണ്ടോ ഞങ്ങക്ക് വീട് എടുക്കാൻ ഞാൻ എടുക്കാം വീട്. ഫസ്റ്റ് പോയല്ലത് കണ്ണു പൈസ കഴിയില്ലേ? എന്ത് കണ്ട പൈസ പോയപ്പോ ഇതല്ലേ അവിടുന്ന് കാണേ ഇത്ര വരെ വന്നിട്ട് ചെറിയ ഗ്യാപ്പിൽ കൂടെ നോക്കിക്കണ്. ഓ മൈ ഗോഡ് 20%. അങ്ങനെ നമ്മൾ ക്യാമറ മോടി കിട്ടു. നമ്മൾ അവസാനം എത്തി. കണ്ടോ ജീവിതത്തിൽ ആദ്യത്തല്ലേ എന്തായാലും കണ്ടോ വയറിറച്ച് കണ്ടോ. പക്ഷെ എന്ത് സണ്ണ വരില്ല പറയും എന്താ ഈ മല കയറിയിട്ട് കാര്യമില്ല. എവിടെ വീടെന്ന് പറഞ്ഞ് എവിടെ വീടെന്ന് പറഞ്ഞ് അവിടെ അങ്ങനെ എത്ര നമ്മളെപ്പറ്റി ആൾക്കാരെ കാണുന്നില്ല. അഞ്ചൽ ചേച്ചി ഇത് ഓരോ ഇങ്ങനെ ചെക്ക് പോസ്റ്റ് നിർത്തിയിട്ട് ചെക്കിങ് ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് പറയ് എന്താ പറയാനുള്ളത്? സൺറൈസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എല്ലാ പ്രാവശ്യവും തന്നെ പറയല്ലേ നൈസില് എനിക്കെന്താ പറയുള്ളത്? അടിപൊളി ക്രൗഡ് ഇവിടെ വരാൻ കാരണം ട്രക്കിംഗ് ആയാലും 1 hour എൻജോയ് ചെയ്ത് തന്നെ എന്താക്കി പറയാൻ വാക്കല്ലോ. അജുനെ കാണാനല്ലോ. എന്തായാലും കണ്ണാട പൊടിച്ചു. സൂര്യോദയം കാണാൻ പറ്റിയൊരു കണ്ണാട. യെസ് ശ്രദ്ധിക്കട്ടെ അവിടെ വെക്കുമ്പോ
അതാണ് കാട്ടുചെമ്പകം. ഇത് മലയാളത്തിൽ കാട്ടുചെമ്പകം എന്നറിയാം. ചെയിനല്ലോ ചൈനല്ലേ? അതെ, ഇന്ത്യ കഴിഞ്ഞല്ലാത്ത ഫോട്ടോ ഉണ്ടാവും അല്ലേ? ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ നോക്കിയേ, ഇവിടെ സാധ്യ വ്യൂ. സുണ്ണു വന്നിരിക്കുകയാണ്. ജീവിതത്തിൽ ആദ്യമായി സൺറൈസ് കാണുമ്പോൾ എന്താണ് നമുക്ക് പറയാനുള്ളത്? സന്തോഷം, നല്ല രസം കാണാൻ. ഞങ്ങൾക്ക് തല്ലല്ലോ പറഞ്ഞു വരുമ്പേ വരുമ്പോ ഇവിടെ തല്ലേ പറഞ്ഞു. ഞങ്ങളൊക്കെ നേരത്തെ എത്തി അവിടെ. ഞാനായിരുന്നു ആദ്യം ഇവിടെ എത്തിയത്. പിന്നെ എല്ലാരും ഞാൻ വിളിച്ചു, എല്ലാരും ഇങ്ങോട്ടേക്ക് വന്നു. എന്റെ ഭാഗത്തൂടെ അഭിമാനം ഉണ്ടല്ലേ അതിന്? ഞാൻ ആദ്യം ഈ സ്റ്റെപ്പിൽ ഇങ്ങോട്ട് കയറിയതില്ലേ, അത് ഞാനില്ലേ ഫസ്റ്റ് കാലത്ത് എന്റെ കാൽപ്പാടം. എന്റെ ബാക്കിൽ ഇങ്ങള്, അതിന്റെ ബാക്കിൽ മറ്റേ അജോ അല്ലേ? അങ്ങനെയാണ്. ഞാന് സബീല അജോ അങ്ങനെ. പിന്നെ ബാക്കി മറ്റേ വിജയന്റെ എല്ലാരും പയ്യ അവർക്കൊക്കെ ഇങ്ങനെ ക്ഷീണായി. എന്റെ ഫോൺ വേണമെന്നാണോ എന്തല്ലോ നമ്മള് സണ്ണിനെ നമ്മൾ വിളിച്ചു. നമ്മ വന്നിട്ട് സണ്ണ് വന്നേ, ഇവർ വന്നിട്ട് സണ്ണ് വന്നിട്ടില്ല. കൈ പിടിച്ചോട്ടോ. അങ്ങോട്ട് അങ്ങോട്ട് നോക്കിട്ടോ, മെല്ലെ മെല്ലെട്ടാ, ശ്രദ്ധിക്കട്ടോ. അത് കാണുമ്പോഴേ എന്താണത്? സൺറൈസിന് കൊടുന്നൊരു ഗ്ലാസ് ആണത്. അങ്ങോട്ട് പോയി. തുപ്പല്ല പണ്ട് ഇതിനെ മത്സരത്തിലേക്ക് ഞാൻ പോയത്. ഇത് പോകുന്നില്ല, നിങ്ങക്ക് മാത്രമേ പോകുന്നില്ല. അത് ഊതാറുണ്ട്. കാറ്റ് ദിശ നോക്കണം. അതിപ്പോ തുപ്പലും വരും. ഇത് അമേരിക്കൻ ഇതിൽ മാത്രം കണ്ടുവരുന്ന കുളം. അയ്യോ കേറ്റാനല്ല പറഞ്ഞേ, വിടാനാ പറഞ്ഞേ. ഈ ഒരു കാര്യം ഊത്, ഞങ്ങൾ പോയിട്ട് വരാം. വിജയ് അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ? ഈ തളപതി അല്ല കേട്ടോ. തമ്പി കീഴിറങ്ങപ്പാ. ഓ അങ്ങനെ ഊത. അതിലേക്ക് ഊതണം, അല്ലാതെ എന്തേലും ചെറിയൊരു എന്തേലും ചെറുതായിട്ട് ആ ബട്ടൺ ഇട്ടുണ്ടെങ്കിൽ നോക്കിക്കോ. ഡ്രസ് ചെയ്യണോ? അങ്ങനെ പോട്ടെ. വെള്ളം പോയി തിരി മുന്നു ഊത്. ഒരു പൊളയിലും പോവുകയാണെങ്കിൽ ഞാൻ ചെയ്തോട്ടെ, ഞാൻ നോക്കട്ടെ. പൂജ ഭയങ്കര ഡയലോഗ്. എടുത്തോട്ടെ. എന്താണ് ലാസ്റ്റിൽ വന്നത്? കുമ്പള. ഈ ഒരു കാര്യം ചെയ്യാ, ബട്ടൺ നോക്കിക്കോ. ഇങ്ങനെ ഇങ്ങനെ പോത്. കണ്ണിലൊക്കെ തെറിക്കേ. അതൊരു പ്രത്യേക ഫീലാണ്.
അജ്ജോ ഊതടാ. കൊടുത്തേ ഡിപ്രഷനിലാണോ? ജോസൊക്കെ ഒരേ ഇത് മേനല്ലോ. ഇത് മറ്റേ പള്ളിയിലെ അച്ഛനായിരിക്കില്ലേ? ശരിയാണെങ്കിൽ ഇന്ന് സോമ്പാ നിറച്ചിട്ട് പോയാൽ കേട്ടോ. വേണ്ടില്ല വീടത്തില്ലേ? ഇതൊന്നും വാങ്ങണല്ലോ അല്ലേ? ഈ ബില്ലിതാ ഞാൻ പണ്ട് സോപ്പും വെള്ളം കൊണ്ടൊക്കെ ആക്കിയായിരുന്നു. പക്ഷെ കൊറേ വരുന്നുണ്ടല്ലോ. പക്ഷെ അതല്ല, ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉണ്ടാക്കാൻ പറ്റും. പേസ്റ്റ് ഒന്നല്ല, ഈ ഓലയുടെ സാധനം ഉണ്ടാവില്ലേ, ഓലയുടെ സാധനം വളച്ചിട്ട് കെട്ടിയിട്ട് ഞാനങ്ങനെ ചെയ്തു. ഓലയുടെ സാധനം ഉണ്ടാവില്ലേ, ഓലയുടെ സാധനം എന്ത് ഈർക്കിളി, മറ്റേത് പച്ചീർക്കിളി, അങ്ങനെ വളച്ച് കെട്ടുക. ഇതിങ്ങനെ ആക്കിയിട്ട് പതയിട്ട് അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? ബിഗ് ബോസിനോട് പറയും. എല്ലാത്തിനേക്കാൾ പാട്ടാണ്. ഗിറ്റാർ വായിച്ചിട്ടുള്ള സാധനം ഫോട്ടോ എങ്ങനെയാണ്? ഫോട്ടോ എടുത്തത് ഭയങ്കര പോസ് ഇറക്കാൻ പറഞ്ഞിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് ഫോട്ടോ എടുത്ത് തന്നിട്ട് നല്ല ഭംഗിയുള്ള കുറെ ഫോട്ടോ എടുത്തു. നിങ്ങൾക്ക് ഞങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു അത് പറ. അടിപൊളിയായിരുന്നു. അതെന്താ വെച്ചാൽ നമ്മൾ വന്ന മുതൽ പറഞ്ഞില്ലേ, ചർച്ച ഉണ്ടായിരുന്നു. സാധാരണ എന്താ വെച്ചാൽ എന്തേലൊക്കെ ഒരു പ്രശ്നം പ്രശ്നം മീൻസ് അല്ല, ആരെയൊക്കെ എന്തേലൊക്കെ ഒരു ഒരാളിപ്പോ എല്ലാവരും മനസ്സിൽ അടിപൊളി ക്യാമ്പാണെങ്കിൽ ഓ ലാസ്റ്റ് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വെച്ചാൽ ക്യാമ്പ് പോരല്ലേ, അപ്പൊ എന്ത് ചെയ്യും, നല്ല അടിപൊളി എൻജോയ് ചെയ്താൽ വിചാരിക്കും. ശരിയാ, നിങ്ങൾ എല്ലാ ക്യാമ്പിലും എല്ലാവരോടും പറയുന്ന സെയിം കഥയാണോ? അന്ന് നീ കൂടെ പറ. അപ്പൊ അത് എന്താ എല്ലാവരും അടിപൊളിയായിരുന്നു. സബീൽ ഏതായാലും പാട്ട് പൊളിയായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ ഇത് ആരോടും പോയി പറഞ്ഞിട്ട് എല്ലാവർക്കും അടിക്കും. അപ്പൊ അടുത്ത ആൾക്കാരോട് കേട്ടെ, എന്താണ് ഇത്ര സീരിയസ് ഡിസ്കഷൻ? പാട്ടുകാരനെ പറ്റി കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇത് ലൈവാണ്, പോയി മൂഡ് പോയി. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റ് ഹാപ്പിയായി? ഫോട്ടോ വെച്ചതിന് വളരെയധികം നന്ദി. അൺഎക്സ്പെക്ടഡ് ഫോട്ടോസ് നാടാണ്. താങ്ക് യു സോ മച്ച്. ഇവിടെ വ്ളോഗർ പാത്തു എങ്ങനെയാണ്? ക്യാമറ ഉണ്ടെന്നു? ക്യാമറ അല്ലേ ക്യാമ്പേ? ഷാറ് പാട്ട് அண்ணே கேம்ப் எப்படி இருக்கு? சூப்பரா இருக்கு. இனியும் நமக்கு பார்க்கலாம். பாப்போம். ഹായ് രണ്ടു വാക്ക് സംസാരിക്കും. ക്യാമ്പിലല്ലായിരുന്നു ഞാൻ, ആക്ച്വലി ഒരു ഫാനാണ്. അടിപൊളിയാണ്. മതി പറഞ്ഞെന്നൊക്കെ പഠിപ്പിച്ചെന്നൊക്കെ അതുപോലെ പറഞ്ഞിട്ടുണ്ട്.
പാണ്ട ഫോട്ടോ കാണിച്ചു തരാം. എക്സ്ക്ലൂസീവ് സാധനം അതുണ്ട്, വേറെ ഉണ്ട്. അല്ല 2 മണിക്കൂർ എടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാല് മല കയറുമ്പോ 2 മണിക്കൂർ അയക്കണേ, അത് മൊത്തം എടുത്തിട്ടുണ്ട്. പോകുന്നത് വരുന്നത് പിന്നെ ഇന്നലെ നമ്മുടെ ആടെ ഫുഡേക്കാൻ ചെയ്യുന്നത് അത് പിന്നെ ഇന്നലെ. പക്ഷെ ഇതിൽ അടിയില് മറ്റേ കണ്ടന്റ് ഇല്ലേ? അത് പറഞ്ഞപ്പോ കറക്റ്റ് പോസ്റ്റ് ചെയ്തു. മലയണ്ണൻ നോട്ടെ, ബ്ലോഗിൽ പെട്ടുകൊണ്ടാ മലയണ്ണൻ അതല്ലേ ആ തന്നെ ഒരു കാര്യം പറയട്ടെ, മലയണ്ണ അതിന് നന്നായി കിടക്കും പറഞ്ഞ അതുപോലെ അല്ലേ? മലയണ്ണ അതിന് നന്നായി കിടക്കും. ചേച്ചിയും കൂടി ഉണ്ടായിരുന്നു ഇപ്പുറത്ത്. ചേച്ചി ചേച്ചി മാറ്റി രണ്ട് മലയണ്ണാന്. ഇത് വേറെ ചേച്ചി. ശ്വാസേ ഇത് കേറാൻ പറ്റിയില്ലട്ടോ, ശ്വാസം മുട്ടിരിക്ക. ചേച്ചിയാ തന്നെ കേട്ടോണ്ടിരിക്കുക അവിടുന്ന്. കേറി എവിടോ? അതെ ഞാൻ ആദ്യത്തെ പിന്നെത്തി ഇങ്ങനെ അങ്ങനെ. ഇത് ലയിച്ച് എത്തണ്ടേ? ആദ്യം കേറിയതോളാം. ഇവര് പിന്നെ ഞാൻ പറഞ്ഞു ബാക്കിൽ ഫോളോ ഇവിടെ ആദ്യല്ലേ ഇവിളില്ലേ ഇങ്ങനെ നടന്നേ ഞങ്ങള്. മോളത്തേക്ക് ശ്വാസം വലിക്കാണ്, അടുത്ത ശ്വാസം വേറെ ആരും എടുക്കുന്നത്. ആ അതായത് ഞാൻ മരമൊക്കെ കൂടി ഞങ്ങൾ രണ്ടാള് ശ്വാസം ഇവിടെ എടുത്തത് കൂടുതലായിട്ട്. എല്ലാവർക്കും ചിരിക്കാനായില്ലേ അല്ല ഫേക്ക് ഒന്നുമല്ലല്ലോ, റിയൽ അല്ലേ? റിയൽ അല്ലേ? റിയൽ ലൈഫ് അല്ലേ? ഈ ക്യാമ്പിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശിവകാമി ദേവിയും കട്ടപ്പയും പോലെ ഒന്നാണ് തിരിഞ്ഞ ബാക്കിൽ കൂത്തിട്ട്. അല്ല എന്ത് വാള് വളയെ എല്ല് മൊത്തിട്ട് എല്ലില്ലേ? ക്യാമ്പിൽ ഇങ്ങനെ താങ്ങി നിർത്തി രണ്ടാൾ അതുണ്ടല്ലോ. ഈ ഇത് ബ്ലോഗ് കഴിയുമ്പോഴേക്കും നിങ്ങൾ തല്ലി തീരുമാനാക്കിക്കോളൂ തല്ലി തീർക്ക്. ഗോതയിലേക്ക് സ്വാഗതം. ഞങ്ങള് ബസ് തീരുമാനത്തിൽ വരുമ്പോ ആക്കിയില്ല. പക്ഷെ ആ ബസ് അടുത്ത വളവ് കഴിഞ്ഞപ്പോ അടി തുടങ്ങി. അത് നമുക്ക് അറിഞ്ഞൂടാ. ഇത് മറ്റേ മടിയിലൊക്കെ ഒരു നുള്ള ഇരിക്കാതെ വളരെ മോശം. ഗുരുതരമായ ആരോപണം. ഓ നീയായിരുന്നു എന്നാ പിന്നെ ഒരു കുത്തുകൂടി തരായിരുന്നു. ഇതാണ് ഇത് വേറെ ഇത് വേറെ കേസ്. കൊന്നു സുഖതാന്ന് അല്ലെങ്കിൽ ഏന്ന് പറഞ്ഞത് ബസ്സിലിന്റെ ഞാൻ കാർട്ടൂൺ രോജിൽ നിൽക്കാം. മനസ്സിലാണല്ലോ. കൊറേ വിറ്റ് രണ്ടുപേരും വീഡിയോ ഇവര് വിറ്റിട്ടേ ഇവര് തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നത്തിന്റെ കാരണം എന്ത്, അതാണ് അടുത്ത എപ്പിസോഡ്. അമ്മ കാരണം ഒന്നും അറിയില്ല. എന്ത് ശത്രുത ഫാനോട്ടോ. എന്റെ സ്വന്തം ചേച്ചി. അതെ ഇവർക്ക് എന്തേലും ആവശ്യം എന്തേലും നടക്കണം, ഒന്ന് ഇവിടുന്ന് ഇളകാൻ നീ ചേച്ചിയോട് വയ്ക്കണം. ലേച്ചി ചെയ്യാറുണ്ട് അവിടെ ചേച്ചിയുടെ മുടി നരച്ചേക്കണല്ലോ. നെഗറ്റീവ് ഒന്നും പറയില്ല. ഇല്ല അത് ഞാൻ കട്ട് ചെയ്യേ. ബോഡി ഷേമിങ് ഇല്ലല്ലോ ഇതില്. ഇത് മ്യൂട്ട് ആവും, ഓട്ടോമാറ്റിക് മ്യൂട്ട് ആവും. പക്ഷെ എന്റെ എല്ലാം ഉണ്ടായില്ലേ. ഇത് ഞാൻ യൂട്യൂബ് അപ്ലോഡ് ചെയ്യും പ്രൈവറ്റ് ആയിട്ട്. എന്നിട്ട് ഞാൻ ഇങ്ങനെ കാണും.
ലിങ്ക് അയച്ചുതരാം. സോ ഗൈസ് ഫോട്ടോ അപ്പൊ നമ്മള് അപ്പൊ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി എല്ലാം ഓക്കെയാണ്. ഓൾ സെറ്റ് മാൻ. അപ്പൊ ഇനി എവിടെയൊക്കെ വെച്ച് കാണാം. ബൈ 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 ബൈ. സീ യു. ബൈ 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 ബൈ. ഞങ്ങടാ ബൈ പറയാൻ വേണ്ടി വരുന്ന ആൾ. സോ നമ്മളെ ക്യാമ്പ് കഴിഞ്ഞ് എന്തായാലും കാണണം. ബൈ.